അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബ്ലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതിനുള്ള പരിഹാരം എന്താണ്, ഈ ഫാറ്റി ലിവർ എന്തുകൊണ്ട് ഇത് വരുന്നു, എങ്ങനെയൊക്കെ നമുക്കത് മാറ്റിയെടുക്കാം, അതിനുള്ള നല്ലൊരു ഒറ്റമൂലിയും ഞാൻ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് മാറ്റാൻ പറ്റിയ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞുതരാം. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലിവറിൻ്റെ ചുറ്റും കൊഴുപ്പ് അടിയുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കൊഴുപ്പ് ലിവറിൻ്റെ പുറത്ത് പോയി അടിയുന്നു അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, അമിതമായിട്ട് കൊഴുപ്പ് വരിക എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മുടെ ശരീരം ഈ കൊഴുപ്പിനൊക്കെ ഭയങ്കര ഒരു എനർജി സോഴ്സ്, ഊർജത്തിന് വേണ്ടിയുള്ള ഒരു സ്രോതസ്സായിട്ട് പരിഗണിക്കുന്ന ഒരു സാധനമാണ് ഈ കൊഴുപ്പ്. അതിനെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ ശേഖരിച്ച് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. അതിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ കൊഴുപ്പിൻ്റെ മെറ്റബോളിസം നടക്കുന്നത്, അതുണ്ടാക്കുന്നത് ലിവറിലാണ്. അപ്പോൾ അതിലുള്ള തകരാറുകൾ മൂലം ഓവറായിട്ട് നമ്മൾ ഈ ഷുഗറും കൊഴുപ്പും കഴിക്കുമ്പോൾ ഈ ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. ലിവറിൻ്റെ അകത്തുള്ള കോശങ്ങൾക്ക് ചുറ്റുമൊക്കെ ഈ കൊഴുപ്പ് അടിയുമ്പോൾ ഈ കോശങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ പറ്റാതെ വരും. അങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഫാറ്റി ലിവർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഒരു 6-8% ഉണ്ടാകുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രശ്നം അത് പല ആളുകളിലും കണ്ടുപിടിക്കപ്പെടാറില്ല. ഒരു വലിയ ശതമാനം ആളുകളിലും ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി വയറ് സ്കാൻ ചെയ്യുമ്പോഴാണ്. ഗ്രേഡ് 1 ഉണ്ടാവും, ചിലത് ഗ്രേഡ് 2 ഉണ്ടാവും, അങ്ങനെ പല പല ഗ്രേഡിലുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഗ്രേഡ് 1, 2 എന്നൊക്കെ അറിയോ? ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻ്റെ പ്രോഗ്രസ് നമുക്ക് അറിയാം. അതിൻ്റെ പാത്തോളജിക്കൽ വേർഷനൊന്നും ചിലപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗ്രേഡ് 1 എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് വലിയ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് നമ്മുടെ ഫുഡ് നിയന്ത്രിക്കുക, വ്യായാമം ചെയ്യുക, ജീവിതശൈലിയിൽ നല്ല മാറ്റം വരുത്തിയാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത് പറയുന്നുണ്ട്. ഇനി ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയി. അവിടെ നമുക്ക് ഒരു മെഡിസിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. മെഡിസിനും വേണം, പ്ലസ് ഞാൻ ഈ പറഞ്ഞ ഡയറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം. ഈ ഗ്രേഡ് 3ലേക്ക് പോകുമ്പോൾ അത് അടുത്ത സിറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഈ ഇഞ്ചുറി, ഇതൊരു ഫാറ്റ് വന്നിട്ട് ഈ കോശങ്ങളിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ നമ്മുടെ ഈ ലിവറിൻ്റെ അകത്ത് സ്കാറിങ് വരും. സ്കാറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കട്ടിപ്പ് വരില്ലേ, നമ്മൾ മുറിപ്പാട് എന്നൊക്കെ പറയുന്നത്, അതുപോലുള്ളൊരു സംഭവം അവിടെ നടക്കും. അതിൻ്റെ ഒരു തരം കട്ടിപ്പ്, നമ്മൾ ലിവർ കട്ടിയായിട്ട് മാറുക, കുടുകുടുകൂടാ കുറേ കുമിളകൾ എന്ന് പറയാൻ പറ്റില്ല, കട്ടിയുള്ള ചെറിയ ചെറിയ മുഴകളുള്ളൊരവസ്ഥയിലേക്ക് ലിവർ മാറുന്ന അവസ്ഥയിലേക്ക്, സിറോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അത് പോകുന്നു. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിൾ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് മാറും. തിരിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതാണെന്ത് ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ അങ്ങേയറ്റം, ഈ തല മുതൽ ആ തല വരെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ ഫാറ്റി ലിവർ എന്താണെന്നുള്ളത്. ഇനി ഇത് എന്തുകൊണ്ട് വരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ, ചോറിൻ്റെ ഉപയോഗം. നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ ചോറ് എന്ന് പറയുന്നത്. 3 നേരവും അരിഭക്ഷണമാണ് കഴിക്കുന്നത്. ഇത് കാരണം തന്നെയാണ് നമ്മൾ മലയാളികൾക്ക് ഇത്രയും കൂടുതൽ ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആദ്യം കുറയ്ക്കേണ്ട എവിടെയാണ്? നമ്മൾ ഈ ചോറുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ അവസാനത്തേക്ക് പറഞ്ഞത് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ വേറൊരു കാരണം, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, സി അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിവർ ഡാമേജ് വരികയും അത് പിന്നെ സിറോസിസ് എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ എത്തിക്കുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളും എന്താണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നതും. അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ, ഇത് ഒഴിവാക്കാൻ ഗ്രേഡ് 1 ഒക്കെ ഉള്ള ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഗ്രേഡ് 2 ഉള്ള ആളുകൾ തന്നെ മെഡിസിൻ്റെ കൂടെ, ഡോക്ടറെ കാണിച്ച് മെഡിസിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഫാറ്റി ലിവറിൻ്റെ പ്രത്യേകത, വലിയ ലക്ഷണങ്ങളൊന്നും ഫാറ്റി ലിവർ കാണിക്കില്ല. കുറച്ച് ശതമാനം ആളുകളിൽ ഇത് ഇവിടെ എങ്ങനെയായിട്ട് വയറിൻ്റെ വലതുവശത്ത് മുകളിലേക്കായിട്ട് വാലിന് തൊട്ട് താഴെയായിട്ട് ഒരു വേദന, ഒരു ഫുൾനെസ്, ഒരു നിറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുക. ചിലപ്പോൾ നന്നായിട്ട് തൊട്ട് നോക്കുമ്പോൾ എന്തോ ഒരു മുഴയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് വളരെ ചുരുക്കം ആളുകളിൽ. അതാണ് ഉണ്ടാവുക. പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവും.
കിതപ്പുണ്ടാവും. അതേപോലെ ഷുഗർ, കൊളസ്ട്രോളിൻ്റെ കൊളസ്ട്രോൾ നന്നായിട്ട് അങ്ങോട്ട് വേരിയേഷൻ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളെ ഈ ഒരു ഫാറ്റി ലിവറിൽ കാണിക്കുള്ളൂ. ഇനി ഫാറ്റി ലിവർ അങ്ങ് സ്റ്റേജിക്ക് കൂടി വരുമ്പോഴാണ് കണ്ണിൽ മഞ്ഞ വരിക, നഖത്തിലേക്ക് മഞ്ഞ വരിക, കയ്യിൻ്റെ ഇടയിൽ മഞ്ഞ വരിക, ഒരു മഞ്ഞ കളറുള്ള പോലെ ഫീൽ ചെയ്യുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി അങ്ങോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ മലത്തിലൂടെ പോകുന്ന മലത്തിൻ്റെ നിറം, മലത്തിൽ ഒരു കൂടുതൽ കൊഴുപ്പ് കാണുന്ന അവസ്ഥ, അതുപോലെ മൂത്രത്തിൻ്റെ നിറം നല്ല മഞ്ഞയിലേക്ക് മാറുക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഒന്നുകൂടി കുറച്ചുകൂടി സ്റ്റേജ് എത്തുമ്പോൾ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 2-3 ടെസ്റ്റുകളാണ് ഇതിനുള്ളത്. ഒന്നാമത് USG എടുക്കുക എന്നുള്ളതാണ്. സ്കാനിങ്, വയറിൻ്റെ സ്കാനിങ് എടുത്താൽ നമുക്ക് ഒരു വിധം ഇത് കണ്ടെത്താൻ പറ്റും. ഒരു വിധം നല്ല ഏകദേശം എല്ലാത്തിലും കാണാൻ പറ്റും നമുക്ക് വയറിൻ്റെ സ്കാനിങ് എടുത്താൽ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ നമുക്ക് SGPT ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലഡിൽ നമ്മൾ ലിവർ എൻസൈം ആയിട്ടുള്ള SGPT ഉണ്ടോ നോക്കുക. SGPT എന്ന് പറയുന്നത് ലിവറിൻ്റെ അകത്ത് കാണുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ ഈ ലിവറിൻ്റെ കോശങ്ങൾക്ക് വല്ലാതെ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ, പൊട്ടുന്നുണ്ടെങ്കിൽ ഈ എൻസൈമൊക്കെ നമ്മളെ ബ്ലഡിൽ കാണാൻ പറ്റും. അപ്പോൾ ബ്ലഡിൽ നമുക്ക് ഈ SGPT ഉണ്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ല കൂടുതലുണ്ടെങ്കിൽ ലിവറിൻ്റെ സെല്ലുകൾ, കോശങ്ങൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട്, ഡാമേജ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ SGPT കൂടുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുക. SGPT ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ മൂന്നാമത് ഫൈബ്രോ സ്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്ക് ചില ആളുകളുടെ രൂപം ഭാവം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഉണ്ടോ എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, നിങ്ങളുടെ ഹൈറ്റ് നോക്കുക. ഹൈറ്റിന് വേണ്ട ഒരു വെയിറ്റ് ഉണ്ട്. ഒരാളുടെ ഹൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ശരീരഭാരം, ആ ഭാരത്തിൻ്റെ 10% കൂടുതൽ അയാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ഉദാഹരണത്തിന് 170 സെൻറ്റിമീറ്ററാണ് ഒരാളുടെ ഹൈറ്റ് നോക്കുക. അയാൾക്ക് 70 കിലോ ഒക്കെയാണ് ഏകദേശം വേണ്ടത്. അപ്പോൾ അയാൾക്ക് 78, 80 കിലോ, 81 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ അയാൾ എന്തായാലും ഫാറ്റി ലിവർ ഉണ്ടോ നോക്കണം. കാരണം സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഒരാളുടെ ഭാവം നോക്കിയിട്ട് ഫാറ്റി ലിവർ ടെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഐഡിയ തരാനുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ ഒരു ഫാറ്റി ലിവറുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം, അതിനുള്ള ഒറ്റമൂലികളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭക്ഷണ രീതി നന്നായിട്ട് റെഡിയാക്കണം. ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് മെയിനായിട്ട് ഷുഗറാണ്. ആഡഡ് ഷുഗറായിട്ട് വരുന്നത് നമ്മുടെ പഞ്ചസാര, ശർക്കര, പിന്നെ കരിപ്പെട്ടി, തേൻ തുടങ്ങിയ സാധനങ്ങളുണ്ടല്ലോ. ഇതൊന്നും ആഡ് ചെയ്തിട്ട് ഒരു ഭക്ഷണത്തിലും ആഡ് ചെയ്ത് കഴിക്കാതിരിക്കുക. ഭക്ഷണത്തിൽ കൂടുതൽ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിലേക്കാണിത് ഫാറ്റായിട്ട്, കൊഴുപ്പായിട്ട് ഡെപ്പോസിഷൻ വരിക. അപ്പം ലിവറിന് പണി കിട്ടും, ലിവറിൽ ഫാറ്റി ലിവർ വരാൻ തുടങ്ങും. ഈ ഫാറ്റി ലിവർ അടുത്ത ഗ്രേഡിലേക്ക് ഇങ്ങനെ കയറി പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഷുഗർ. രണ്ടാമത്തെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ചോറ്. ഞാൻ പറഞ്ഞു, നമ്മളെ ഈ പാത്രക്കണക്കിന് ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഒരു നേരം ആക്കുക. ഒരു നേരം, ഉച്ചയ്ക്ക് ഒരു നേരത്ത് ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്ത് നമ്മൾ ചോറ് കഴിക്കുക എന്നുള്ളതാണ്. അത്ര കഴിക്കാൻ പാടുള്ളൂ. ബാക്കി പച്ചക്കറി വേണം, ചിക്കന് കഴിച്ചോളി, പ്രോട്ടീൻ കഴിച്ചോളി, വലിയ കുഴപ്പമില്ല കേട്ടോ. പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ, മുട്ട കഴിക്കാം, ഇതൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ പണ്ടുള്ള വിശ്വാസമായിരുന്നു നമുക്ക് കൊഴുപ്പ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ വരുന്നത് എന്നുള്ളത്. അങ്ങനെ കൊഴുപ്പിനേക്കാൾ പ്രാധാന്യം ഈ കാർബോഹൈഡ്രേറ്റും ഷുഗറും ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ കൊഴുപ്പ് കഴിക്കണം എന്നല്ല, പക്ഷേ കൊഴുപ്പിനേക്കാൾ ഡേഞ്ചർ ഏതാണ്, ഈ കാർബോഹൈഡ്രേറ്റും ഷുഗറൊക്കെയാണ്. അപ്പോൾ കൊഴുപ്പ് കുറയ്ക്കുക, മറ്റത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ വിഷയം ട്രാൻസ് ഫാറ്റുകൾ. ഈ ട്രാൻസ് ഫാറ്റുകൾ ഇതിലെ കാണുന്നത് നമ്മുടെ ബേക്കറികളിൽ, പാസ്ട്രീസ്, അതേപോലെ നമ്മുടെ ഈ റിഫൈൻഡ് ആയിട്ട് വരുന്ന സൺഫ്ലവർ ഓയിലില്ലേ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റിഫൈൻഡ് ഓയിലാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു ഓയിൽ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് റിഫൈൻഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അത്യാവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. കാരണം അതിൽ ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് ഭയങ്കര കൂടുതലായി. ട്രാൻസ് ഫാറ്റാണ് നമുക്ക് ഈ കൊഴുപ്പടിയാനുള്ള വലിയൊരു കാരണക്കാരനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാരണം വ്യായാമത്തിൻ്റെ കുറവ്. വ്യായാമം ചെയ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിവറിന് ടോക്സിൻ റിമൂവലിൻ്റെ പണി കൂടും. കാരണം വ്യായാമം ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വിയർക്കും, ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ തന്നെ പോകും. പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ ലിവർ എന്ത് ചെയ്യും, ഓവർ പണിയെടുക്കേണ്ടി വരും. ഓവർ പണിയെടുക്കാതിന് പറ്റാതെ വരും. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ലിവറിൽ വന്നിട്ട് ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥയിലേക്ക് പിന്നെയും കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റി ലിവറിന് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചു കൊടുക്കണം. 25 കിലോഗ്രാം ബോഡി വെയ്റ്റിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഡ്രിങ്ക് പറഞ്ഞുതരാം. ആ ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്ന ശീലമാക്കി കഴിഞ്ഞാൽ
നമുക്ക് ഈ ലിവറിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ കലിയിച്ച് കളയാനും അതേപോലെ ആ ഒരു മെറ്റബോളിസം സൂപ്പറാക്കിയിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൊണ്ട് നമുക്ക് ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് നന്നായിട്ട് കുറച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ആ ഇഞ്ചുറിയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ആ മറ്റൊരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് പറഞ്ഞുതരാം. നിങ്ങൾ സെലോൺ സിന്നമൺ എടുക്കുക. സെലോൺ സിന്നമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാങ്ങാൻ പറ്റുന്ന സിന്നമൺ എന്ന് പറഞ്ഞാൽ കറുകപട്ട സാധാരണ വാങ്ങാൻ പറ്റുന്ന കറുകപട്ടല്ല, നന്നായിട്ട് കട്ടിയുണ്ടാവും. അത് ലിവറിന് കേടാണ്, ടോക്സിൻ ആയിട്ടുള്ള സാധനമാണ്. അത് കാഷ്യ സിന്നമൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അത് കുറച്ച് വില കുറവായിരിക്കും, പക്ഷേ കുറച്ചൊന്ന് ക്വാളിറ്റി ഉള്ള നല്ല സിന്നമണാണ് സെയിലോൺ സിന്നമൺ എന്ന് പറയുന്നത്. അത് വാങ്ങുക. അത് കുറച്ച് റേറ്റ് ഉണ്ടാവും, പക്ഷെ അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, പൊടിക്കുക. എന്നിട്ട് പൊടിച്ചിട്ട് അതിന് 1 ടീസ്പൂണ്, ആ പൊടി 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും 2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടതിൻ്റെ ശേഷം തിളപ്പിക്കുക. അങ്ങനെ അത് വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ഗ്രീൻ ടീൻ്റെ ബാഗ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റോളം ഒന്ന് ഇട്ട് വെക്കുക. കൂടുതൽ നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് നേരം ഇട്ട് വെച്ചതിന് ശേഷം അത് എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം വെറും വയറ്റിൽ കഴിക്കരുത്. ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കുടിക്കുക കേട്ടോ. 1 ഗ്ലാസ് രാവിലെയും കുടിക്കുക, വൈകുന്നേരം 1 ഗ്ലാസ് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊഴുപ്പ് കുറയാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു ഡ്രിങ്ക് മാത്രം ആശ്രയിച്ചിരിക്കാനേ പാടില്ല. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ ഇങ്ങനത്തെ ഡ്രിങ്കുകളൊക്കെ കുടിക്കാവൂ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് പറയുമ്പോഴും ഡോക്ടറോട് ചോദിക്കണം. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാനും കേട്ടു, ഇതെനിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഓരോരുത്തരുടെ അവസ്ഥയും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, കാരണം ജനറലൈസ്ഡ് ചെയ്തിട്ട് ഇത് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ ഫാറ്റി ലിവറിൻ്റെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഡോക്ടറെ കണ്ട് ഫസ്റ്റ് ഫാറ്റ് ഗ്രേഡ് 2 ഒക്കെ ആണെങ്കിൽ മെഡിസിനോട് കൂടെയാണ് ഇതൊക്കെ കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്നത് നോർമലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഹോമിയോപ്പതി തന്നെ ലഭ്യമാണ്. നിങ്ങൾ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കാണിക്കുക. അതെല്ലാം നമുക്കിവിടെ ഒരുപാട് ഡോക്ടേഴ്സ്, ഞാനടക്കം ഒരുപാട് ഡോക്ടേഴ്സ് മിസ്രിയ ഹെൽത്ത് കെയറിലുണ്ട്. ഇവിടെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ എനിക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വലിയ ടീം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷുബിരി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല.